ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 13-ാം അധ്യായം 7-ാം വാക്യം. ഒന്നും ഇല്ലാഞ്ഞിട്ടും ധനികൻ എന്ന് നടിക്കുന്നവൻ ഉണ്ട്, വളരെ ധനമുണ്ടായിട്ടും ദരിദ്രൻ എന്ന് നടിക്കുന്നവനും ഉണ്ട്. അനേക വർഷങ്ങൾക്ക് മുൻപ് അടിമ വ്യാപാരം നിലനിന്നിരുന്ന കാലത്ത് ഒരു വലിയ തോട്ടമുടമസ്ഥൻ ഒരു സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ആ സ്ഥലത്തുള്ള ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ മരിക്കുമെന്നായിരുന്നു സ്വപ്നം. അയാൾ ഞെട്ടി ഉണർന്നപ്പോൾ മുതൽ വളരെ അസ്വസ്ഥനായി. എന്തെന്നാൽ ആ ദേശത്തുള്ള മറ്റാരേക്കാളും കൂടുതൽ സ്വത്ത് തനിക്കാണ് എന്ന് അയാൾക്കറിയാമായിരുന്നു. ഭാര്യയെ വിളിച്ചുണർത്തി ഈ കാര്യം പറഞ്ഞു. അത് വെറും ഒരു സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞ് അയാളെ സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ അവൾ ശ്രമിച്ചു. എങ്കിലും അയാളുടെ ഭയം മാറിയില്ല. ഉടനെ ഡോക്ടർ കാളയച്ചു വരുത്തി ശരിയായ ഒരു വൈദ്യപരിശോധന നടത്തി. അയാൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഒന്നും ഭയപ്പെടാനില്ലെന്നും ഡോക്ടർ പറഞ്ഞു. ഏതായാലും അയാൾ ഡോക്ടർക്ക് നല്ല ഫീസ് കൊടുക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആ രാത്രി തന്നോടുകൂടെ താമസിപ്പിച്ചു. നേരം വെളുത്ത് 6 മണി കഴിഞ്ഞു. തോട്ടമുടമസ്ഥൻ മരിച്ചില്ല. അയാളുടെ മനസ്സിന് വളരെ സമാധാനം തോന്നിയെങ്കിലും ഈ സംഭവം ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും തൻ്റെ ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം അയാളെ ബോധവാനാക്കി തീർത്തു. അയാൾ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ തോട്ടത്തിലുള്ള ഒരു കുടിലിൽ പാർക്കുന്ന ദൈവഭക്തനായ ഒരു നീഗ്രോ ഉണ്ട്. താങ്കൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് അവനെ ഒന്ന് സന്ദർശിക്കുന്നത് നന്നായിരിക്കും. അവൻ എനിക്ക് ഏറ്റവും പ്രിയനായ ഒരടിമയാണ്. അവൻ്റെ ജീവിതം വാസ്തവത്തിൽ ഒരത്ഭുതം തന്നെയാണ്. അവർ ഒരുമിച്ച് ആ കുടിലിന് മുമ്പിൽ ചെന്ന് വാതിലിൽ മുട്ടി. യാതൊരു അനക്കവുമില്ല. വീണ്ടും മുട്ടി. നിശബ്ദത. ഒടുവിൽ കതക് തള്ളി തുറന്ന് അവർ അകത്ത് പ്രവേശിച്ചു. അതാ ഒരു പഴയ തടിക്കാട്ടിൽ ആ ഭക്തനായ മനുഷ്യൻ്റെ മൃതശരീരം കിടക്കുന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് 1 മണിക്കൂർ മുമ്പ് അയാൾ മരിച്ചിരിക്കണം എന്ന് പറഞ്ഞു. തോട്ടമുടമസ്ഥൻ തൻ്റെ വാച്ച് നോക്കി. കൃത്യം 7 മണി. തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് അയാൾക്ക് ബോധ്യമായി. താൻ ഭയപ്പെട്ടതുപോലെ തന്നെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ കൃത്യം 6 മണിക്ക് മരിച്ചു. എന്നാൽ തന്നെപ്പോലെ ലോകപ്രകാരമല്ല, ദൈവികമായി സമ്പന്നനായിരുന്ന മനുഷ്യൻ. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവത്തിൽ നിന്നും യഥാർത്ഥമായി ഞാനും നിങ്ങളും സമ്പന്നരാണോ എന്ന് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഞങ്ങൾ സമ്പന്നരാണെന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യഥാർത്ഥമായി ക്രിസ്തുവിനോടുകൂടെ സമ്പന്നരാകുവാൻ, വചനത്താൽ ഞങ്ങൾ ധനരായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഓരോ നിമിഷവും അവിടുന്ന് സഹായിക്കണമേ. വചനത്തിൽ വേരൂന്നി വളരുവാനും പ്രാർത്ഥനയിൽ അനുദിനം വളരുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.